നല്ല രാത്രി മുഴുവൻ എവിടെയായിരുന്നടാ നീ? അതമ്മ ഞാൻ ഇന്നലെ വിഷ്ണുവിന്റെ വീട്ടിൽ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. സത്യം പറയടാ, എന്തുവാടാ നീ വലിച്ചു കയറ്റിയിരിക്കണേ? ഇതെന്താ വിശ്വാസം സംസാരിക്കുന്നത്? എങ്ങനെ വിശ്വസിക്കാനാണ്? നിന്റെ പഠിത്തം കഴിഞ്ഞ് 2 വർഷമായി. പിന്നെ നീ ഇപ്പൊ എന്ത് പഠിക്കാനാ പോയി? ഇജ്ജെന്തീ കാട്ടണ്? കൂട്ടാൻ വെക്കുക. അപ്പൊ ഉമ്മല്ലേ കാലത്ത് കൂട്ടാണ്ടാക്കി? അത് കഴിഞ്ഞ് ഞാനൊക്കെ ഉണ്ടാക്കിയ 2 ദിവസം ഒരു കേടും വരാതിരിക്കും. ഇജ്ജുണ്ടാക്കിയ ആരും കൂട്ടില്ല, അപ്പൊ അവിടെ ഇരിക്കും. ഇജ്ജ ഒരു ക്രെഡിറ്റ് ആയി കൊണ്ടിറക്കപ്പോ. ഏട്ടാ ഏട്ടാ, ഞാൻ കുളിമുറിയില്ല, ഒന്ന് സോപ്പ് തേച്ച് തിരുമ്പി തരുമോ പ്ലീസ്? ഇതാ ഞാൻ എത്തിയല്ലോ. നിങ്ങളെ ഇതൊക്കെ നന്നായി സോപ്പ് തേച്ച് കഴുകിയിട്. എനിക്ക് അടുക്കള 100 കൂട്ടം പണിയുണ്ട്. ഈ ഡ്രസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ട്. അറിയാവുന്നവർക്കറിയാം. 17,000 രൂപയാ കാസ്റ്റ്. കാസ്റ്റ് അല്ല, കോസ്റ്റ്. ഏത് സായിപ്പിന് ഒരു വാക്കൊക്കെ തെറ്റും. അയ്യേ, ഇവനാണോ? എന്നെ കൊണ്ട് വയ്യ. ഒരു കാര്യം പറഞ്ഞേക്കാം, അവൻ ഇവനെന്നൊക്കെ വിളിക്കാൻ എന്നെ ഈ വീട്ടിൽ വേലയ്ക്ക് കൊണ്ടുവന്നൊന്നുമല്ല. പിന്നെ താൻ എന്നെ പെണ്ണ് കാണാൻ വന്നാണോ? നിന്നെയൊക്കെ കാണുന്നതിന് പെണ്ണ് കാണലല്ല പറയേണ്ടത്, ആണ് കാണലെന്നാ. പെണ്ണിന്റെ ഒരു ലക്ഷണമില്ലല്ലോ. ഇയാളോട് ഇറങ്ങി പോകാൻ. താടി ഇല്ലാത്തതിന്റെ പേരിൽ കാമുകനെ ഒലക്കി കടിച്ചു കൊന്നു. അയ്യോ, കഷ്ടായി പോയല്ലേ. അതൊക്കെ എന്റെ ചേട്ടന്റെ താടി. ഏത് പെണ്ണും കണ്ട കൊതിക്കും. കോപ്പാണ്, മറ്റേ ഉമ്മോക്കാൻ പോലും പറ്റത്തില്ല. ഒന്നുകൂടി ചൂടായേ. ചൂടാണ്. ഒന്ന് പോയാ ചേട്ടാ. ഒന്നുകൂടി ചൂടായി വിനേശേ. ഒന്ന് പോയേ. ചൂടാകുമ്പോ സൗന്ദര്യം കൂടി വരണ്ട. നോക്കല് വെറുതെ ചുമ്മാ. ചേച്ചി ചേച്ചിയെ കാണുമ്പോ എനിക്കൊരു ഫിലിം സ്റ്റാറിന്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. അതെ, ഞാൻ ഡയറക്ടേഴ്സ് നമ്പർ കൊടുക്കട്ടെ? അയ്യോ, എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. എന്നാ നമ്പർ എനിക്ക് തരുമോ? ഇയാൾ ആരാ? ആരുടെ കൂടെ വന്നു? ഞാൻ അയാളുടെ കൂടെ വന്നതാ. ഓഹോ, അവൻ കൃഷ്ണന്റെ കൂടെ വന്നു. അവന്റെ കൂടെ നീ വന്നു. നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വരുന്നോ? ആരെങ്കിലും ചോദിച്ചാലേ ചെവിയില് പഞ്ഞി വെച്ചിക്കണ്. ഇന്ത്യക്കെന്ന് അറിയാതെ കുറച്ച് തിളച്ച വെള്ളം കാൽമക്കൂടെ പോയി. അതില് ചെവിയിലാ പഞ്ഞിക്കുക? എന്റെ കാൽമക്കൂടി അല്ല, നിങ്ങളമ്മല്ലേ എന്റെ അമ്മായിമ്മ, ഓല കാൽമക്കൂടിയാ പോയി. ലോകത്ത് 2 തരം ഭാര്യമാരുണ്ട്. ഒന്ന്, അവർ വെറും നിഷ്കളങ്കരായിരിക്കും. ഭർത്താവ് ദേഷ്യം പിടിച്ചാലും അവരൊന്നും തിരിച്ചു പറയില്ല. ഭർത്താവിന് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ഭർത്താവിൻ്റെ എന്താ ആഗ്രഹമാണോ അതേ ആഗ്രഹമായിരിക്കും ഈ ഭാര്യക്കും. ഭർത്താവിനോട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഭാര്യ, നമ്മുടെ ഭാര്യമാർ. ഇന്നലെ രാത്രി ഉറക്കത്തിൽ നീ എന്നെ തെറി വിളിച്ചു. അത് നിങ്ങളെ തോന്നല? തോന്നലൊന്നുമല്ല, ഞാൻ നല്ല വ്യക്തമായിട്ട് കേട്ടതാ. അതല്ല, ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ, എന്റെ അടുത്ത് വരല്ലേ, പൊക്കോട്ടെ. ഞാനില്ല ഒച്ച വെക്കും. എന്താ ഒച്ച വെക്കും? ഒച്ച വെച്ചാൽ ഞാൻ ഉമ്മ വെക്കും. ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല. അതെന്താന്നറിയ ഇഷ്ടപ്പെടാത്തെ? ഇത്ര അടുത്ത് നിന്ന് നോക്കുന്നുണ്ടോ? കുറച്ച് ദൂരെ നിന്ന് നോക്കിയാൽ വലിയ കുഴപ്പം. നമുക്ക് ജനിക്കുന്ന 2 പെൺകുട്ടികളാണെങ്കിൽ ഒരാൾക്ക് അശ്വതി എന്നും മറ്റേക്ക് ചിഞ്ചു എന്നും പേരിട്ടാലോ? ചിലപ്പോ നമുക്ക് 3 ആൺകുട്ടികളാണ് ജനിക്കുന്നെങ്കിലോ? എന്നാ നമുക്ക് അരുണെന്നും വിഷ്ണു എന്നും സുമേഷ് എന്നും ഇട്ടാലോ? എന്ത് പറയുന്നു? എവിടോ എന്തോ തകരാറ് പോലെ.